മറ്റാരുണ്ട് LDF അല്ലാതെ? ₹1 പോലും കയ്യിലില്ലാത്ത കോൺഗ്രസ് എങ്ങനെയാണ് 230 വീട് എടുക്കാൻ പോകുന്നത്? 100 വീട് കോൺഗ്രസ് കൊടുക്കേണ്ടതും 100 വീട് രാഹുൽ ഗാന്ധി കൊടുക്കേണ്ടതും 30 വീട് യൂത്ത് കോൺഗ്രസ് കൊടുക്കേണ്ടതും. നിങ്ങൾ മനസ്സിലാക്കും, 20 കോടി ഉറുപ്പിക DYFIക്കാർ അവരുടെ അധ്വാനത്തിൻ്റെയും ആക്രി പൊറുക്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോഴാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ ആപ്പ് ഉണ്ടാക്കി പിരിച്ച് വേറെ ആളും കൊടുക്കാൻ പാടില്ല, സർവീസ് സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ഒരു നയാ പൈസ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വിലക്കി അതിൻ്റെ എല്ലാം ഫണ്ട് പിരിച്ച് ഇപ്പോഴും ആപ്പും ഇല്ല, ഇപ്പോൾ അവസാനം ഫണ്ടും ഇല്ല, ഒരു നയാ പൈസ ഇനി ബാക്കിയില്ല. AICCയിൽ നിന്നോ KPCCയിൽ നിന്നോ ഫണ്ട് വാങ്ങി ഞങ്ങൾക്ക് വീടുണ്ടാക്കേണ്ടി വരുമെന്ന് ഇപ്പോഴും പറയുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങൾ അവരുടെ കാര്യക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഗൗരവപൂർണമായ ചിന്ത രൂപപ്പെടുത്തുമെന്ന കാര്യം ഞങ്ങൾക്ക് സംശയമില്ലതാണ്. അതേപോലെ അവിടെ സിദ്ദിഖിനെ പോലെ അവിടുത്തെ തന്നെ MLA ആണ്. അവർ എല്ലാവർക്കും അറിയുന്നൊരു പേരാണല്ലോ ശ്രുതിയുടെ പേര്. അവർക്ക് വീടുണ്ടായി കൊടുക്കും എന്ന് പറയും. തറക്കല്ലിട്ടു, എല്ലാ കാര്യവും നിർവഹിച്ചു, വ്യാപകമായ പ്രചാരവേല നടത്തി. ഇപ്പോഴവർക്ക് തറയിലുണ്ടാക്കി തൂണിൻ്റെ ചില ഭാഗം മാത്രം പത്രത്തിൽ ഫോട്ടോ തന്നെ വന്നു, കാട് കയറി കിടക്കുക. ഞാനത് പറയാൻ വേണ്ടിയല്ല പറയുന്നത്. കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളും അവരാണല്ലോ പ്രധാനമായിട്ട് അവരെ ആശ്രയിക്കുക. അവർ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമായി വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം ഉറുപ്പിക ഗവൺമെൻറ് നൽകും. അങ്ങനെ 15 ലക്ഷം ഉറുപ്പികയും വാങ്ങി കോൺഗ്രസിൻ്റെ വീട് കിട്ടുമെന്ന് വിചാരിച്ച് പോയ നിരവധി ആളുകളുണ്ട്. ലീഗുകാർ പറഞ്ഞത് ലീഗുകാർ അതിൻ്റെ ആദ്യഘട്ടം വീട് പണി പൂർത്തിയാക്കി കൊടുത്തു. അവർ തന്നെ 40 കോടി ഉറുപ്പിക പിരിച്ചിട്ടാണ് വീടുണ്ടാക്കിയത് എന്നാണ് കണക്ക് വന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ 15 ലക്ഷം ഉറുപ്പിക വാങ്ങിപ്പോയ ശ്രുതി ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബം, അതിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നവും ഗവൺമെൻറ്റാണ് അവർക്ക് ജോലി തന്നെ കൊടുത്തത്. വീടില്ലാതെ എന്ന സന്ദർഭത്തിൽ ഇപ്പോൾ കലക്ടറോട് പറയുകയാണ്, ആ 15 ലക്ഷം ഉറുപ്പിക ഞാൻ തിരിച്ചു തരാം, എനിക്ക് ടൗൺ പ്ലാനിൻ്റെ ഭാഗമായി പുനരധിവാസ കേന്ദ്രത്തിൽ വീട് വേണം എന്നാവശ്യപ്പെടുന്ന സ്ഥിതി പുറത്തു വന്നു ആ വാർത്ത. യഥാർത്ഥത്തിൽ അവരെല്ലാം കബളിക്കപ്പെട്ടു എന്നുള്ളതല്ലേ സത്യം. ഇങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ വരികയാണ്. അതേപോലെ ഹരിയാന നിയമസഭാ സീറ്റ് സംബന്ധിച്ചുള്ള പ്രശ്നം ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുക. സുചിത്ര ദേവി എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അവർക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റല്ല, മത്സരിക്കാൻ വേണ്ടി ഒരു സീറ്റ് കൊടുക്കാൻ 7 കോടിയാണ്. അപ്പോൾ ചില വാർത്താ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ജയിക്കുന്ന സീറ്റിലേക്ക് എത്രയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആ 7 കോടി ഉറുപ്പിക കൊടുത്തിട്ട് പറ്റിച്ചു എന്നാണ് പറയുന്നത്. അത് ചെറിയ ആരെങ്കിലുമല്ല, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വമാണ്. KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരുടെ ചില സ്റ്റാഫിനെ ഇപ്പോൾ മാറ്റി നിർത്തിയതായിട്ടുള്ള വിവരമുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യവും പരിശോധിക്കുക നന്നായിരിക്കും. ഇപ്പോൾ ഗൗരവ് കുമാർ, അവരുടെ ഭർത്താവ്, കേസ് കൊടുത്തു. ഈ കേസ് ഏറ്റവും അവസാനം വന്ന വാർത്തയിൽ പറയുന്നത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ RSS നേതൃത്വം ഉൾപ്പെടെ ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് അതും ഇപ്പോൾ അതിൻ്റെ കോപ്പി പോലും കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. സാധാരണ FIR കൊടുക്കേണ്ടതാണ്, വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. അത് വെബ്സൈറ്റിലിട്ടില്ല, കൊടുക്കുന്നുമില്ല.
അനന്തര നടപടികളൊന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് ഗൗരവ് കുമാർ ഇപ്പോൾ വലിയ ആരോപണമായിട്ട് ഉന്നയിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള വിജയം നേടും എന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രവചനം നടത്തിയിട്ടുള്ള സർവേകളിലൊന്നും എവിടെയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചു വരും എന്നായിരുന്നു സർവേകൾ മുഴുവൻ, സർവേകളും. ഞങ്ങൾ അന്നും ഇന്നും 100% സർവേകൾ പറയുന്നതൊക്കെയാണ് ശരിയെന്നുള്ള വിശ്വാസമുള്ളവരല്ല. പക്ഷേ അന്ന് സർവേയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചവരാണ് UDF. പക്ഷേ വിധി വന്നപ്പോൾ 99 സീറ്റ് നേടി എല്ലാ പ്രവചനങ്ങളെയും സർവേകളെയും തെറ്റിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2ാം ടേം ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം മിക്കവാറും എല്ലാ സർവേയും ഇടതുപക്ഷത്തിന് അല്പം മുൻതൂക്കമുണ്ട് എന്ന രീതിയിൽ വന്നപ്പോൾ കോൺഗ്രസ്സുകാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ UDFൻ്റെ അവകാശവാദം, LDFന് ഒരു സാധ്യതയില്ല എന്ന അവകാശവാദം ന്യായീകരിക്കുന്നതിന് വേണ്ടി സർവേയെ ഉപയോഗിച്ചവർ ഇപ്പോൾ സർവേ ഒരു തരത്തിലും പാടുള്ളതല്ല, അതിനെതിരായിട്ടുള്ള കേസ് ഉൾപ്പെടെ കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വൻ സാധ്യതയോടുകൂടി തിരിച്ചധികാരത്തിൽ വന്ന 2ാം ടേമിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സർവേയുടെ വെളിച്ചത്തിൽ തന്നെ സാധിക്കും എന്ന കാര്യമാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇന്നത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വലിയ മുന്നേറ്റം. ഞാൻ എല്ലാ ജില്ലയിലും പോയി മണ്ഡലം കമ്മിറ്റികളെല്ലാം, പ്രധാനപ്പെട്ട മണ്ഡലം കമ്മിറ്റികളെല്ലാം പരിശോധിച്ചു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 ദിവസമായി എല്ലാ 14 മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് കൂടി പരിശോധിച്ചു. വലിയ മുന്നേറ്റം തന്നെയാണ് കേരളത്തിലും. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ടഫ് ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ഉൾപ്പെടെ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഈ തിരുവനന്തപുരത്ത് അവർ പറയുന്ന 3 മണ്ഡലങ്ങളുണ്ട്. ആ 3 മണ്ഡലത്തിലും സാധിക്കുന്നതല്ല എന്ന കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. വലിയ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടുള്ള സമീപനം കേരളം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്.